കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 18 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് തൻ്റെ ചുറ്റും പുരുഷാരം കൂടുന്നത് കണ്ടപ്പോൾ മറുകരയ്ക്ക് പോകാൻ യേശു കൽപ്പിച്ചു. ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരോ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശ പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു, കർത്താവേ, പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാൻ എന്നെ അനുവദിക്കണമേ. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന കാതലായ സന്ദേശം കർത്താവിനെ അനുഗമിക്കുക, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്നതിൽ നമ്മൾ കൊടുക്കേണ്ട വിലയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ പിള്ളേരുടെയൊക്കെ കാര്യം എടുത്താൽ തന്നെ പിള്ളേരൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഫ്യൂച്ചർ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറാനൊക്കെ തയ്യാറാകുമ്പോൾ തന്നെ എന്തോരം സ്ട്രഗിൾ നമ്മുടെ മക്കളെടുക്കുന്നുണ്ടെന്നറിയാമോ? പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ 10, 20, 30 ലക്ഷം രൂപയൊക്കെ ലോണൊക്കെ എടുത്ത് അവിടെ ചെന്ന് പിന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ പഠനം, അതിനുശേഷം വൈകിട്ട് മുഴുവനും ജോലി. ഇതെന്തെങ്കിലും കിട്ടുന്നൊരു ജോലി, എന്തെങ്കിലും ഒരു ജോലി കിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ രാവും പകലൊക്കെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമൊക്കെയാണ് നമ്മുടെ മക്കൾ ജീവിതത്തിൽ സെറ്റിലായിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നോക്കുമ്പോൾ എല്ലാം സുന്ദരമാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നോക്കുമ്പോൾ ഏതാനും വർഷങ്ങൾ, ഒരു 5, 6, 7 വർഷങ്ങളോളം വല്ലാത്ത സ്ട്രഗിളും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു ജീവിത വിളി തിരഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ട സ്വാഭാവികമായ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിളും ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളൊരു പരാതിയില്ലാതെ, പരിഭവങ്ങളില്ലാതെ നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ യേശുവിനെ അനുഗമിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുക എന്നതിൻ്റെ അടിസ്ഥാന വിഷയത്തിൽ തന്നെ ചില സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളുണ്ട്, കടന്നു പോകേണ്ട ജീവിതത്തിൻ്റെതായ അരക്ഷിതാവസ്ഥയെക്കുറിച്ചും അനിശ്ചിതാവസ്ഥയെക്കുറിച്ചുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. യഥാർത്ഥ ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളിലും നമ്മൾ കർത്താവിനോട് ചേർന്നിരുന്ന് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇന്ന് സുവിശേഷം നമ്മൾ കാണുകയാണ്. നിയമജ്ഞൻ വന്നിട്ട് പറഞ്ഞു, അതെ, ഞാൻ നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, എല്ലാത്തിനും തലചായ്ക്കാൻ ഇടമുണ്ട്, ദൈവപുത്രന് മാത്രം തലചായ്ക്കാൻ പോലും ഒരിടമില്ല എന്ന് പറഞ്ഞാൽ ഒരു അനിശ്ചിതാവസ്ഥയെക്കുറിച്ചും അരക്ഷിതാവസ്ഥയെക്കുറിച്ചും, അല്ലെങ്കിൽ പൂർണ്ണമായും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ശിഷ്യത്വത്തിലേക്കുള്ള വിളി എന്നാണ് ഈശോ പറയുന്നത്. നമുക്കറിയാം, അബ്രാഹത്തെ കർത്താവ് വിളിച്ചപ്പോൾ അതൊരു പുറപ്പാട് അനുഭവമായിരുന്നു. തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്കുള്ളൊരു പുറപ്പാട്, ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു അബ്രാഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിളി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൻ്റെ എല്ലാ സുരക്ഷിതത്വത്തിൽ നിന്നും ദൈവം വിളിച്ചു, ദൈവം കാണിച്ചൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അരക്ഷിതാവസ്ഥയിലേക്കുള്ള ഒരു ഇറങ്ങിപ്പോക്കായിരുന്നു യഥാർത്ഥത്തിൽ അബ്രാഹം സ്വീകരിച്ച വിളി. അപ്പോൾ ദൈവസ്നേഹത്തിൽ ഒരുവൻ തൻ്റെ വിളി സ്വീകരിക്കുമ്പോൾ യേശുവിനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വിളിയും ഒരു ദൗത്യവും ഒരുവന് ദൈവം നൽകുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതുകൊണ്ടല്ലേ എൻ്റെ അപ്പനെ അടക്കിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ അപ്പൻ്റെ സ്വത്ത് മേടിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ മരിച്ച അടക്കട്ടെ. അപ്പോൾ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉറ്റുനോക്കേണ്ടത് കർത്താവിങ്കിലേക്ക് മാത്രമാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ, വിഭജിക്കപ്പെടാത്ത
ഒരു ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവനെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുക സാധ്യമുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങളിൽ യേശു പത്രോസിനെ സഭയുടെ അധികാരവും ദൗത്യവും ശുശ്രൂഷ പദവിയും ഏൽപ്പിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പത്രോസെ, ഇവയെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എല്ലാറ്റിനേക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ആദ്യം പറഞ്ഞു, ഓ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വീണ്ടും കർത്താവ് ചോദിച്ചു, എല്ലാറ്റിനേക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു? അവിടെ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമത് കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് വിങ്ങി പൊട്ടി കരഞ്ഞു എന്നാ പറയുന്നത്. നിനക്കറിയാലോ ഞാൻ നിന്നെ എൻ്റെ ഉള്ളമറിയുന്നവനാണല്ലോ നീ. എനിക്ക് എത്രമാത്രം നിന്നോട് സ്നേഹമുണ്ടെന്ന് നിനക്കറിയാലോ. ഞാൻ നിന്നെ പിഞ്ചെല്ലാൻ എത്രമാത്രം ദാഹത്തോടെയാണ് ആഗ്രഹിക്കുന്നത് നിനക്കറിയാലോ. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ശുശ്രൂഷ ദൗത്യം പത്രോസിനെ കർത്താവ് ഏൽപ്പിക്കുന്നത്. എന്താണ്? എല്ലാറ്റിനേക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. മറ്റൊരു വാക്യം പറഞ്ഞാൽ, വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവന് മാത്രമേ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈശോ പറയുന്നത്. അപ്പം അങ്ങനെ വിഭജിക്കപ്പെടാത്തൊരു ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതൽ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടേണ്ടവരില്ല. എൻ്റെ ഹൃദയം കർത്താവിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ലോകത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ലോകം വെച്ച് നീട്ടുന്ന അസ്വസ്ഥതകളും പരാജയങ്ങളും നഷ്ടങ്ങളെ പ്രതി ഒരു മനുഷ്യ മനസ്സിന് ആകുലതകളും അസ്വസ്ഥതകളില്ല. കാരണം എന്താ? എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും വിഭജിക്കപ്പെടാതെ കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും കർത്താവിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ഹൃദയം മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്തിനാ അസ്വസ്ഥമാകുന്നത്? എന്തിനു മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടണം? ലോകം വെച്ച് നീട്ടുന്ന അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും രോഗങ്ങളും തകർച്ചകളും ഇതൊക്കെ വരുമ്പോഴും കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം അത്ര കണ്ട് അസ്വസ്ഥപ്പെടേണ്ട ആവശ്യം വരില്ല. കാരണം അവൻ്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പോലെ 26-ാം അധ്യായത്തിൽ കർത്താവിൽ ഹൃദയം ഉറപ്പിക്കപ്പെട്ടവന് നിലനിൽക്കുന്ന നിത്യമായ സമാധാനമുണ്ട്. അപ്പോൾ നിത്യമായ നിലനിൽക്കുന്ന സമാധാനം കിട്ടുന്നപ്പോഴാണ് കർത്താവിൽ ഒരുവന്റെ ഹൃദയം ഉറപ്പിക്കപ്പെടുക. അപ്പോൾ യഥാർത്ഥ ക്രിസ്ത്യാനി, ക്രിസ്തു ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവിനെ അവൻ്റെ ഹൃദയത്തിൽ, പത്രോസിനെ പറഞ്ഞത്, രക്ഷകനും നാഥനുമായി പൂജിക്കാൻ പറ്റുന്ന ഒരു ആത്മീയ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടണം. അങ്ങനെ യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളുടെയും മീതെ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന, ദൈവിക കാര്യങ്ങൾക്ക് പ്രഥമ സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിത ക്രമമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, കോമൺ ആയിട്ട് ഒരു ക്രൗഡ് മെൻറ്റാലിറ്റി, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് എന്താ ഇങ്ങനെ ചെയ്താൽ എന്നുള്ള ചോദ്യം അതിനകത്തില്ല. കാരണം എന്താ? എൻ്റെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുക, ആ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. ആ സുവിശേഷ മൂല്യങ്ങളിലാണ് എൻ്റെ ഹൃദയം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സ്നേഹത്തിനും ആ സുവിശേഷ മൂല്യങ്ങൾക്കും എതിരായതെല്ലാം എൻ്റെ ഹൃദയത്തിനും എൻ്റെ തീരുമാനങ്ങൾക്കും എതിരാണ്. അതെൻ്റെ ജീവിതക്രമമല്ല, ജീവിതത്തിൻ്റെ ക്രമമായിട്ട് കൊണ്ടു നടക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു ജീവിതക്രമത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ. എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ക്രിസ്ത്യാനിയായി, യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ നമ്മൾ കൊടുക്കേണ്ട വിലയെക്കുറിച്ച്, നമ്മുടെ സ്വാർത്ഥ ഇഷ്ടങ്ങളിൽ നിന്നും കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹത്തിലേക്കും ഇഷ്ടത്തിലേക്കൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിൽ നിന്നും, ലോകം വെച്ച് നീട്ടുന്ന സുരക്ഷിതത്വത്തിൽ ആശ്രയിക്കാതെ കർത്താവ് ഇറങ്ങിപ്പോകാൻ പറയുമ്പോഴുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് ദൈവ പരിപാലനയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ളൊരു യാത്രയുണ്ടല്ലോ, ഇതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്കാണ് സുവിശേഷം നമ്മളെ വിളിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, നിലനിൽക്കുന്ന സമാധാനത്തിലും സന്തോഷത്തിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.